നമസ്കാരം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ അർത്ഥതലങ്ങൾ പലതാണ്. പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയുടെ പേരിനോട് സാമ്യമുള്ള പേരുകാർക്ക് വലിയ ഡിമാൻഡാണ്. അവർക്ക് ഭീഷണിയും സ്വാഭാവികമായി വരും. കാസർകോട്ടെ അപരനും നേരിടേണ്ടി വന്നു വധഭീഷണി. എന്നാൽ അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ല. സ്ഥലനാമങ്ങളുടെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് BJP. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്നാണ് കെ സുരേന്ദ്രന്റെ ആഗ്രഹം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ RSS നയം രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ആറ്റിങ്ങലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയ തലത്തിൽ മതന്യൂനപക്ഷങ്ങളെ വേർതിരിച്ചു മാറ്റി നിയമം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ അജണ്ടയ്ക്ക് പിന്നിൽ RSS ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൗരത്വ നിയമ ഭേദഗതി ബിൽ നിലപാടിനെതിരെ അന്തർദേശീയ തലത്തിൽ പോലും എതിർപ്പുകളും വിയോജിപ്പും ശക്തമായി ഉയരുമ്പോൾ കോൺഗ്രസ് പാലിക്കുന്ന മൗനം ശരിയല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഭരണഘടനയെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ച RSS വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനയെ എങ്ങനെയും തകർക്കുക, അത് രാജ്യത്തിന് പറ്റില്ല എന്ന് രാജ്യത്താകെ പ്രചരിപ്പിക്കുക, ഇതാണ് ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ സംഘപരിവാർ രാജ്യത്ത് ചെയ്തു വന്നിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികളുടെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് മൗനം പാലിക്കുന്നു. കിഫ്ബിക്കെതിരെ ഈട് തിരിഞ്ഞപ്പോൾ നടപടി വൈകിപ്പോയി എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്താണ് ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലും ഇത്തരം നടപടികളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസിനെതിരെ വരുമ്പോൾ അതിനെ എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളാണെങ്കിൽ ഇവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ജനം കോൺഗ്രസിനെതിരെ ചിന്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അപ്രതീക്ഷിത വിജയപരാജയങ്ങളുടെ ചരിത്രമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് പറയാനുള്ളത്. പ്രവചനാതീതമായിരുന്നു എക്കാലത്തെയും മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ട് ചരിത്രം പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പല വമ്പന്മാരെയും രാഷ്ട്രീയത്തിലെ അധികായരെയും വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്ത മണ്ഡലം. സാമുദായിക സമവാക്യങ്ങൾ വോട്ടിന്റെ ഗതി നിർണയിക്കുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭാ മണ്ഡലം. R ശങ്കറിനെ തോൽപ്പിച്ച് CPMന്റെ K അനിരുദ്ധിനെ വിജയിപ്പിച്ചു. തുടർന്ന് 1971 തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതുമുന്നണി വയലാർ രവിയോട് പരാജയപ്പെടുകയായിരുന്നു. 1971 മുതൽ 91 വരെ മണ്ഡലത്തിലെ കാറ്റ് UDFനൊപ്പമായിരുന്നു. 91 സുശീല ഗോപാലൻ തലേക്കുന്നിൽ ബഷീറിനെ പരാജയപ്പെടുത്തുന്നതുവരെ. പിന്നീട് ഇങ്ങോട്ട് വന്ന 2 തെരഞ്ഞെടുപ്പുകളിലും A സമ്പത്തിലൂടെ LDF മണ്ഡലം നിലനിർത്തി. 2019 തുടർച്ചയായി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയം കൈവരിച്ച അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് ആറ്റിങ്ങലിലെത്തി. ഇടതുകോട്ട തകർത്തു. ആദ്യ തെരഞ്ഞെടുപ്പുകൾ 17, അതിൽ 11 തെരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയത് LDF ആണ്. UDF വിജയിച്ചത് 6 തെരഞ്ഞെടുപ്പുകളിൽ. ഇത്തവണ തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാണ്.
2019 വരെ LDFന് ഈസി വാക്ക് ഓവർ ആയിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആറ്റിങ്ങൽക്കാരൻ തന്നെയായ വി ജോയിയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. വി ജോയ് മണ്ഡലത്തിന് അപരിചിതനല്ല. തെരഞ്ഞെടുപ്പ് വിദഗ്ധനെന്നറിയപ്പെടുന്ന അടൂർ പ്രകാശിന് മണ്ഡലത്തിൽ വിജയം നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തിയ NDAക്ക് A+ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഈഴവ പ്രാതിനിധ്യം കൂടുതലുള്ള മണ്ഡലത്തിന് 3 പേരും പ്രിയപ്പെട്ടവർ. സമുദായങ്ങളുടെ വോട്ട് എങ്ങോട്ടായിരിക്കാം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ അവരുടെ സമുദായം, ജാതിയൊക്കെ പരിശോധിക്കുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കന്മാരാണ് കൂടുതൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വയലാർ രവി, സമ്പത്ത്, വർക്കൽ രാധാകൃഷ്ണൻ ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയിച്ച അടൂർ പ്രകാശ്, ഇവരൊക്കെ തന്നെ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇടവ മുതൽ പെരുമാതുറ വരെ നൂല് പോലെ ആറ്റിങ്ങലിനെ തൊട്ടുകിടക്കുന്ന കടലോര ജീവിതവും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആഴം നിർണയിക്കും. കാത്തിരുന്ന് കാണണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ കാറ്റും തിരയും ആരെ തീരത്തടുപ്പിക്കുമെന്നും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 15 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇന്ന് എൻ്റെ 18 കൊല്ലത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക്, ഒറ്റ ബ്ലമിഷ് ഇല്ലാത്ത രാഷ്ട്രീയം ഞാൻ ചെയ്ത ആളാണ്. LDF ആണോ UDF ആണോ, ഇത് രണ്ടാളും ഇന്ത്യ അലയൻസിൻ്റെ 2 പാർട്ട്നേഴ്സ് അല്ലേ. ഈ 2 പാർട്ടിയും കഴിഞ്ഞ 10 കൊല്ലത്തിൽ എവിടെയെങ്കിലും വികസനവും പുരോഗതിയെ പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ. ചെയ്തിട്ടില്ല. അവരുടെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. പണം വാങ്ങി വോട്ട് പിടിച്ചെന്ന ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ. ഏത് വിലാസത്തിലാണ് അയച്ചതെന്ന് അറിയില്ല. താൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല, കേട്ട കാര്യമാണ് പറഞ്ഞതെന്നും തരൂർ പറഞ്ഞു. ഡൽഹി അഡ്രസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്? ഇപ്പോൾ ഞങ്ങൾ വീട് പൂട്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെയാണ് പ്രവർത്തനം. അപ്പം കിട്ടിയിട്ടില്ല. എനിക്ക് മാധ്യമത്തിൽ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരോ അതേപോലെ ചെയ്തത് എവിടെ പറഞ്ഞിരിക്കണം? ഞാൻ പറഞ്ഞു, ഇത് കേൾക്കുന്നവർ എല്ലാവരും മൊത്തത്തിൽ കേൾക്കുന്ന ഒരു വാർത്തയാണത്. ഫ്രാൻസിസ് ആൽബർട്ട് കേട്ടിട്ടുണ്ടാവും തീരദേശത്തില്. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്താണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്. ഈ വിഷയത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്, പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, അതിലൊരു നുണയില്ലേ. ഞാൻ കേട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും ആ ആരോപണം എൻ്റെ ഭാഗം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞു എൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ട്, ആരും എനിക്ക് പൈസ തന്നിട്ടില്ല BJP. അത്ര എനിക്ക് പറയാൻ സാധിക്കും. കാസർഗോഡ് മണ്ഡലത്തിൽ അപരന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമ്മർദ്ദം. നീലേശ്വരത്ത് CPM പ്രാദേശിക നേതാക്കൾ വധഭീഷണി മുഴക്കിയെന്നാണ് ആരോപണം. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരനായി മത്സരിക്കുന്ന N ബാലകൃഷ്ണന് നേരെയാണ് ഭീഷണി. നീലേശ്വരത്തെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴായിരുന്നു വധഭീഷണി. കള്ളൻ എന്ന് വിളിച്ച് അപമാനിച്ചു. ശരീരം സൂക്ഷിക്കണമെന്നും അപകടമാണെന്നും ജീവിതം അവസാനിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കി. വള്ളിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണൻ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി സതീഷ് എന്നിവരാണ് ഭീഷണി മുഴക്കിയത്. താൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് സ്ഥാനാർത്ഥിത്വമെന്നും N ബാലകൃഷ്ണൻ പറഞ്ഞു. സ്ഥലം CPMന്റെ സ്ഥലം ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞ് ഞാൻ വധഭീഷണിയിലൊന്നും കുലുങ്ങൂല കുട്ടികളെ. ഞാൻ 75 CPM പ്രവർത്തകനായി വന്നതാ. ഇതിപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞാൽ 1/2 നൂറ്റാണ്ടാവും. എന്നെ ഭീഷണിപ്പെടുത്ത്, എന്നെ തട്ടും തന്നെ. as early as possible.
നേരിട്ട് ഡയറക്റ്റ് ത്രെട്ട്. ആ തെളിവ് അവിടെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമാണ് ഒരു അപരനുള്ളത്. എന്തായാലും ആ അപരൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമെന്ന് ആവർത്തിച്ച് കെ സുരേന്ദ്രൻ. പേരുമാറ്റം അനിവാര്യമാണ്. വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേര്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപും സ്ഥലം അവിടെ ഉണ്ടെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDF-ഉം അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ്. എന്തിനാണ് ഒരു അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞങ്ങൾ അതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമെന്ന് മാറ്റുമെന്നത് കെ സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫാസിസം വരുമ്പോൾ മാത്രമേ അതിന് സാധിക്കൂ. സുരേന്ദ്രൻ ജയിച്ചാലും പേര് മാറ്റാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വില പോകില്ല. ഒരു ഗണപതി വട്ടമൊന്നും പോകില്ല. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ അങ്കത്തട്ടിൽ ഓരോ ദിവസവും ചുവടുകൾ മാറുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങ് തകർക്കുന്നു. പുതിയ രാഷ്ട്രീയ വിഷയങ്ങൾ വരുന്നു. രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനവുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് ചേരുന്നു. ബിനോയ്, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം. BJPയെ എതിർക്കാൻ ആരാണ് മുന്നിൽ എന്നുള്ള ഒരു മത്സരത്തിലായിരുന്നു LDF-ഉം UDF-ഉം ഒക്കെ. BJP ആകട്ടെ അതിൽ വീഴാതെ ഉരുണ്ടുമറിഞ്ഞുള്ള ഒരു കളിയിലും. അതൊക്കെ വിട്ട് ഇപ്പോൾ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെയുള്ള കോഴയാരോപണവും അതേ തുടർന്നുള്ള വിവാദങ്ങളുമൊക്കെ അവസാന ഘട്ടത്തിൽ ചൂടുപിടിച്ചു. ഇപ്പോഴിതാ സുരേന്ദ്രൻ ഒരു പേരുമാറ്റവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയം കലങ്ങി മറിയുന്നത്? ലിബീഷ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒന്നോ രണ്ടോ വിഷയങ്ങൾ ഊന്നിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണവും വാദപ്രതിവാദങ്ങളും കൊഴുക്കുക. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ കണ്ട ഒരു ചിത്രം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിശിതമായ വിമർശനമായിരുന്നു LDF-ൻ്റെ ഭാഗത്തും UDF-ൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും തൊട്ടു പിന്നാലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ തോതിലായിരുന്നു CPM സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങളും റാലികളുമൊക്കെ. തൊട്ടു പിന്നാലെ പൗരത്വ നിയമ ഭേദഗതി ബില്ല് എത്തിയതോടുകൂടി തന്നെ വളരെ ശക്തമായി ന്യൂനപക്ഷ മേഖലകളിൽ CPM-ൻ്റെയും LDF-ൻ്റെയും സാന്നിധ്യം ഒന്നുകൂടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മേഖലാ റാലികളിലേക്ക് കടന്നു. അവിടെയാണ് CPM പിടിവള്ളി പോലെ കോൺഗ്രസിൻ്റെ ചില നയങ്ങൾ, അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി കോൺഗ്രസ് കൈക്കൊണ്ട ചില നയങ്ങൾക്ക് തൊട്ടു പിന്നാലെ പിടികൂടിയത്. അതായത് കൃത്യമായി അവർ തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രചരണ പരിപാടികളിൽ മാത്രവുമല്ല, അവർ തയ്യാറാക്കുന്ന രേഖകളിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും CPM നേതാക്കളുമെല്ലാം എത്തിയതോടുകൂടി തന്നെ അത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. മാത്രവുമല്ല, നിലവിലെ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് CPM നടത്തുന്ന പ്രചരണ പരിപാടികൾ അതതിൻ്റെ പരമകോടിയിലെത്തിയിരിക്കും നമുക്ക് പറയാൻ കഴിയുന്നു. കോൺഗ്രസ് ആകട്ടെ മറ്റൊരു തരത്തിൽ ആരെയും വേദനിപ്പിക്കേണ്ട, CPM-ൻ്റെ സംസ്ഥാന തലത്തിലെ ഭരണവൈകല്യങ്ങളും കേന്ദ്രത്തിൽ BJP നടത്തുന്ന അതായത് ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ, മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ തലത്തിലുള്ള ഭരണപരാജയങ്ങൾ, തൊഴിലില്ലായ്മ തുടങ്ങിയവയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഇത് രണ്ടിലും തൊടാതെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, ഒപ്പം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനത്ത് ഓരോ ദിവസവും തെരഞ്ഞെടുപ്പ് രംഗത്ത് വിഷയങ്ങൾ മാറി മാറി മറിയുകയാണ്. ആദ്യഘട്ടത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളിൽ ഊന്നിയാണ് പ്രചാരണം മുന്നോട്ട് പോയത്. പിന്നീട് കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ അത് സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ള രീതിയിലേക്ക് LDF പ്രചരണം ശക്തമാക്കി. കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ ഉപയോഗിച്ച് കോൺഗ്രസും UDF-ഉം പ്രചാരണ രംഗത്ത് സജീവമായി. BJP കൂടി കളത്തിലിറങ്ങിയതോടുകൂടി ഈ
രംഗത്തിന്റെ സ്വഭാവം മാറുകയാണ്. ഏറ്റവും ഒടുവിൽ അനിൽ ആലണ്ടിക്കെതിരെയുള്ള കോഴ ആരോപണങ്ങളും തുടർന്നുള്ള സംഭവവികാസങ്ങളും സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയായി. അതോടൊപ്പം തന്നെയാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്നുള്ള രീതിയിൽ കെ സുരേന്ദ്രന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവനകളൊക്കെ ശ്രദ്ധ നേടിയിരുന്നു. ഏത് രീതിയിൽ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകും? ലബീഷ്, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവിധ ഇലക്ഷൻ കൺവെൻഷനുകളിൽ പങ്കെടുത്ത് അദ്ദേഹം സംസാരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയിക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികളിലാണ് മുഖ്യമന്ത്രി. ആറ്റിങ്ങൽ അദ്ദേഹം ഇന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാനത്തെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും LDFന് അനുകൂലമായ ഒരു തരംഗം കുതിച്ചുയരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേരളത്തിൽ ആ തരംഗം ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞു വെക്കാൻ പ്രധാനമായും ഉണ്ടായ കാര്യങ്ങൾ, അതിൻ്റെ ചിത്രം ഇങ്ങനെയാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസിന് കേന്ദ്ര നയങ്ങളെ എതിർക്കുവാൻ കഴിയുന്നില്ല. സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളിൽ കേന്ദ്രത്തിനെതിരെ പോരാടേണ്ട സമയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പിന്നോക്കം പോയി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തോടൊപ്പം ചേരാതെ കേന്ദ്രത്തിനെ സഹായിക്കുന്നൊരു നിലപാട് പലപ്പോഴായി സ്വീകരിക്കുന്നു. ഇതെല്ലാം തന്നെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കുവാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നപ്പോൾ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തുവാൻ ക്ഷണിച്ചിട്ട് പോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സമീപ ദിവസങ്ങളിൽ വന്നുപോയ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സംസ്ഥാനത്ത് വലിയ ചർച്ചയായിരിക്കുന്നു. ഈ നിലപാടുകളെല്ലാം തന്നെ CPMന് അനുകൂലമായ വോട്ടായി മാറും എന്ന പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കൃത്യമായും പറഞ്ഞത്. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളും LDFിൻ്റെ തരംഗമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ LDFന് അനുകൂലമായി മാറിയിരിക്കുന്നുവെന്ന്. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഇതുവരെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം കോഴ ആരോപണം വലിയ തരത്തിൽ ഉയർന്നു വന്നില്ല. അത് പത്തനംതിട്ടയിൽ നിന്നാണ് ഉയർന്നു വന്നത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് 2012 അനിൽ ആന്റണി നിയമനത്തിനായി കൈക്കൂലി മേടിച്ചു, അല്ലെങ്കിൽ പാരിതോഷികം വാങ്ങിച്ചു, അല്ലെങ്കിൽ കോഴ വാങ്ങിച്ചു എന്നുള്ളൊരു ആരോപണം നന്ദകുമാർ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദല്ലാൽ നന്ദകുമാർ, അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണത്തിന് ചുവട് പിടിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയായിരുന്നു. അന്ന് നന്ദകുമാർ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട്. ഈ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി കോൺഗ്രസിലെ മുതിർന്ന നേതാവായ PJ കുര്യൻ അറിയാമെന്നായിരുന്നു. എന്നാൽ PJ കുര്യൻ തൊട്ടടുത്ത ദിവസം പറയുകയും ചെയ്തു, പ്രതികരിച്ചു. അതിങ്ങനെയായിരുന്നു: തനിക്ക് ഈ സംഭവം അറിയാമായിരുന്നു, എത്ര കാശ് കൊടുത്തു എന്നറിയത്തില്ല. ഈ സംഭവത്തെക്കുറിച്ച് താൻ അനിൽ ആന്റണിയോടോ സംസാരിച്ചിട്ടുണ്ടെന്നും അന്ന് PJ കുര്യൻ പറഞ്ഞു. തൊട്ട് പിന്നാലെ ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് വന്നിട്ട് അനിൽ ആന്റണി പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞു, ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ല, ഇത് മനഃപൂർവ്വം തന്നെ കരുതയ്ക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു നാടകം മാത്രമാണ്. അത്തരത്തിൽ ഒരു നാടകത്തിൻ്റെ ചരട് വലിച്ചിരിക്കുന്നത് ആന്റണിയാണെന്നും അദ്ദേഹത്തിൻ്റെ ഈ ചരട് വലിക്ക് പിന്നിൽ PJ കുര്യൻ ഉൾപ്പെടെയുള്ളവരുണ്ടെന്നുള്ള വലിയൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. എന്തായാലും അത് പിന്നീട് വലിയ ചർച്ചയായി കൊഴുത്തു വരുന്നതിനിടയിലാണ് ഇന്ന് അനിൽ ആന്റണി വീണ്ടും പറയുന്നു, നിലവിലെ സാഹചര്യത്തിൽ കോഴ വിവാദങ്ങൾ സംസാരിക്കാൻ സമയമില്ല, ഇനി വേണ്ടത് വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ ചില നിലപാടുകൾ അത് വളരെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്ന പേരുമാറ്റം തന്നെയാണ്. ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയെ പേരുമാറ്റമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം, താൻ വിജയിക്കുകയാണെങ്കിൽ അത്തരത്തിൽ മാറ്റും എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഒരു സുൽത്താൻ്റെ പേരിൽ ഒരു സ്ഥലം അറിയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ തരത്തിലേക്ക് പറയുമ്പോഴേക്കും അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണങ്ങളുമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ BJP ഓരോ ദിവസങ്ങളും ഓരോ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നു. അതേസമയം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ശക്തമായ പ്രചരണ പരിപാടികളുടേതാണ്. 15-ന് UDF സംഘടിപ്പിക്കുന്ന വലിയ റാലിയിൽ ശരി ബിനോയ്, ഇനി വരാനിരിക്കുന്നത് വളരെ ശക്തമായ പ്രചാരണ ദിവസങ്ങൾ തന്നെയാണ്. ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്തേക്ക് സജീവമാകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർകോട്ടെ അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയ ഉദ്യോഗസ്ഥർ. പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൌർ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. കാസർകോട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തിവരുന്നത്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കി.
കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പോലീസ് നിരീക്ഷകൻ സന്തോഷ് സിംഗ് ഗൗർ ജില്ലയിലെ ക്രമസമാധാന പാലനവും സുരക്ഷാ ക്രമീകരണങ്ങളും നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തി. തലപ്പാടി പോലീസ് ചെക്ക് പോസ്റ്റിലും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലും കുഞ്ചത്തൂർ പോളിംഗ് സ്റ്റേഷനിലും സന്തോഷ് സിംഗ് ഗൗർ സന്ദർശനം നടത്തി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ഇനി കാണാം ചരിത്ര സ്പന്ദനം. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. അതിസങ്കീർണമായ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകിയ സുകുമാർ സെൻ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം കെട്ടിപ്പടുക്കുകയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ 2 പൊതു തെരഞ്ഞെടുപ്പുകളും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പുഷ്പം പോലെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് സുകുമാർ സെൻ. 1950 മാർച്ച് 21 മുതൽ 1958 ഡിസംബർ 19 വരെയായിരുന്നു സുകുമാർ സെന്നിൻ്റെ കാലാവധി. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പൂർത്തീകരിക്കാനുള്ള നിയോഗമാണ് നെഹ്റു സുകുമാർ സെന്നിനെ ഏൽപ്പിച്ചത്. 401 മണ്ഡലങ്ങളിൽ നിന്ന് 489 പ്രതിനിധികളെയാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. സെന്നത് വിജയകരമായി പൂർത്തീകരിച്ചു. തെരഞ്ഞെടുപ്പിനായി ഒരു സംവിധാനം ഒരുക്കണം, ഉദ്യോഗസ്ഥരെ നിയമിക്കണം, പ്രാദേശിക കമ്മീഷനുകളെ നിയമിക്കണം, വോട്ടർ പട്ടിക തയ്യാറാക്കണം, മണ്ഡലങ്ങൾ നിശ്ചയിക്കണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കണം, പോളിംഗ് സ്റ്റേഷൻ അനുവദിക്കണം. ഇതെല്ലാമായിരുന്നു ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സുകുമാർ സെന്നിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. എന്നാൽ ഒരിടത്തും സുകുമാർ സെന്നിന് പിഴച്ചില്ല. തൊട്ടതെല്ലാം പൊന്നാക്കി അദ്ദേഹം കുറ്റമറ്റ രീതിയിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി. ചിതറിക്കിടന്ന ഒരു രാജ്യത്ത് ഇത്രയും മികവോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയെന്നത് ലോകരാജ്യങ്ങൾ അമ്പരപ്പോടെയാണ് ശ്രമിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ച സുകുമാർ സെന്നിൻ്റെ മാജിക് രാജ്യം തിരിച്ചറിഞ്ഞതും അപ്പോഴായിരുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചതിൻ്റെ പിന്നാലെ സുഡാനിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാനായും സുകുമാർ സെൻ നിയോഗിക്കപ്പെട്ടു. 1954 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച സുകുമാർ സെൻ 1963 മെയ് 13 വിടവാങ്ങി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്താളുകളിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമായി മാറുകയാണ് സുകുമാർ സെൻ. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി കാണാം വോട്ട് പഞ്ച്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS ആണോ ഇടതുപക്ഷമാണോ മുഖ്യ എതിരാളികളെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. 200 സീറ്റുകളുള്ള ഉത്തരേന്ത്യയിലാണോ അതോ 20 സീറ്റുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. അവിടെ കാണുന്നത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ദൂരക്കാഴ്ചയില്ലായ്മയാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും മൂക്കിനപ്പുറം കാണാനാകുന്നില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ വേണ്ടി വീണ്ടും വയനാട്ടിലേക്ക് തള്ളി പറഞ്ഞയച്ചത്. ആരാണ് കോൺഗ്രസിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളി? RSS ആണോ ഇടതുപക്ഷമാണോ? ഒന്നാം ചോദ്യം അതായിരുന്നു. രണ്ടാം ചോദ്യം, ഏതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്? സമരത്തിൻ്റെ മുഖ്യ വേദി ഏതാണ്? 200 MPമാർ വരേണ്ടിയിരിക്കുന്ന ഉത്തരേന്ത്യയാണോ, ദ ഹാർട്ട് ലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണോ, അതോ 20 MPമാർ മാത്രം ജയിക്കേണ്ടുന്ന കേരളമാണോ മുഖ്യ സമര കേന്ദ്രം? കോൺഗ്രസിനോട് ചോദ്യം ഇതായിരുന്നു. ഞങ്ങളാണ് മുഖ്യ എതിരാളിയെങ്കിൽ മത്സരിക്കേണ്ടത് വയനാട്ടിലാണ്, മറിച്ച് RSS ആണ് മുഖ്യ എതിരാളി മത്സരിക്കേണ്ടത് RSS ഉള്ള വടക്കേ ഇന്ത്യയിലായിരുന്നു. 200 MPമാരുള്ള വടക്കേ ഇന്ത്യയാണ് സമരത്തിൻ്റെ മുഖ്യ ഫോക്കൽ പോയിന്റെങ്കിൽ മത്സരിക്കേണ്ടത് അവിടെയാണ്. അല്ല, 20 MPമാരാണ് 200-നേക്കാളും വലുതെങ്കിൽ ഇവിടെയാണ് മത്സരിക്കേണ്ടത്. അല്ല, ഞങ്ങൾ പറഞ്ഞ സിമ്പിളായ കാര്യം. ഈ സിമ്പിൾ ചോദ്യത്തിന് ഉത്തരം ഇതിൽ കിട്ടിയിട്ടില്ല.
ഇതോടെ അങ്കത്തട്ടിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നമസ്കാരം.